പെരുമ്പാവൂരിലെ ഇടതുപാളയം താരതമ്യേന നിശബ്ദമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. മികച്ച സ്ഥാനാർത്ഥിയാണ് ബേസിൽ പോളെങ്കിലും പ്രവർത്തകരിൽ ആ ഉത്സാഹം കാണുന്നില്ല എന്നാണ് വിലയിരുത്തൽ. ഭരണപക്ഷ വികാരം ചോർന്നുപോയതും 2020യുടെ NDA പ്രവേശനവും ഇടതിന് വിനയാകും എന്ന് കരുതുന്നവരുമുണ്ട്. നാടെങ്ങും ഇലക്ഷൻ പ്രചരണം കൊഴുക്കുമ്പോഴും പെരുമ്പാവൂരിലെ ഇടതുപാളയത്തിൽ ഈ ആഴ്ച അത്ര തെളിച്ചമില്ല. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ബേസിൽ പോളെങ്കിലും പ്രവർത്തകരിൽ അത്രയ്ക്കൊന്നും ഉത്സാഹം കാണുന്നില്ല. ഇതൊക്കെ ഇത്ര മതിയെന്ന മട്ട്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതൃനിരയിൽ കണ്ട മുഖം ഇപ്പോൾ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന സന്തോഷമൊന്നും ഇടതു പ്രവർത്തകർക്കില്ല. രണ്ടിലെ ചിഹ്നം എപ്പോൾ വേണമെങ്കിലും താവളങ്ങൾ മാറുമോ എന്ന സന്ദേഹമാണ് ചിലർക്കെങ്കിലും. ജനങ്ങൾക്കിടയിലും ഇടതിനോട് തെല്ലൊരു അകൽച്ച ഉള്ളതുപോലെയാണ് കാര്യങ്ങൾ. കളങ്കമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ബേസിൽ പോൾ എന്നതിൽ ആർക്കും തർക്കമില്ല. എന്നിട്ടും സാധാരണ പ്രവർത്തകർക്കിടയിലും അത്രയ്ക്കൊന്നും ആവേശം കാണുന്നില്ല. നിയമസഭയിൽ LDF ഭരണം തുടരുമെന്ന ഇടതു നേതാക്കളുടെ വാഗ്ദോരണികൾ പെരുമ്പാവൂരിൽ വിലപ്പോകില്ല എന്ന മട്ടിലാണ് ഈ ആഴ്ചയിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. UDF തിരിച്ചുവരുമെന്ന് മണ്ഡലത്തിലെ ജനങ്ങൾ ഉറപ്പാക്കിയതുപോലെ തണുത്ത പ്രതികരണമാണ് LDFനെ പറ്റി തിരക്കുമ്പോൾ ലഭിക്കുന്നത്. അടുത്ത വാരം കാര്യങ്ങൾ മാറിമറിയാനും മതി. എങ്കിലും നിലവിൽ UDFന് ലഭിക്കുന്ന സ്വീകരണങ്ങളിലെ ഊഷ്മളത LDFനില്ല എന്നത് വാസ്തവം തന്നെ. ഭരണപക്ഷ വികാരം ചോർന്നുപോയതും 2020യുടെ NDA പ്രവേശനവും ഇടതിന് വിനയാകുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുന്നത്. അപ്പോഴും ഇടതു സ്ഥാനാർത്ഥി ബേസിൽ പോളും അണികളും കരുത്തോടെ പ്രചരണ പരിപാടികൾ സജീവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പൊതുപ്രവർത്തന രംഗത്ത് താൻ നടത്തിയ അനേകം പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു. മുന്നണി മാറിയാലും ഇല്ലെങ്കിലും താനെന്നും പെരുമ്പാവൂരിന്റെ സ്വന്തമായിരിക്കുമെന്ന നിലപാടിലാണ് അദ്ദേഹം. ആ ഉറപ്പ് വോട്ടായി മാറ്റിയാൽ ഇടതിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.